ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവന്റ്, പെർട്ടിക്കുലർലി ഇൻ ഹ്യൂമൻ അഫയേഴ്സ്. പഴയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിച്ച്. അതിനെ നമ്മൾ ചരിത്രം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പുതിയ ചിത്രം ടോവിനോയുടെ നരിവേട്ട അതൊരു ചരിത്രം പറച്ചിലാണ്. അബിൻ ജോസ് തിരക്കഥ നിർവഹിച്ച് അനുരാജ് മനോഹർ സംവിധാനം ചെയ്തിരിക്കുന്ന നരിവേട്ട 2003 നടന്നിരിക്കുന്ന മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയാണ്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ സംസാരിക്കേണ്ട വിഷയം എന്താണ് മുത്തങ്ങ സമരം എന്നാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ മുത്തങ്ങ എന്ന സ്ഥലത്ത് ആദിവാസി ഗോത്ര മഹാസഭയ്ക്കെതിരെ പോലീസ് വെടിയുതിർത്തതിന്റെ സംഭവമാണ് മുത്തങ്ങ സമരം. 2001 ഒക്ടോബറിൽ കരാർ പ്രകാരം ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്ന് കേരള സർക്കാർ വാഗ്ദാനം നൽകി. അതിലെ കാലതാമസം വന്നതിനാൽ 2003 നടന്നിരിക്കുന്ന സമരമാണ് മുത്തങ്ങ സമരം. ഇതിന് പ്രതിഷേധിച്ച് 2003 ഗീതാനന്ദനും CK ജാനു എന്നീ നേതാക്കൾക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ആദിവാസി ഗോത്ര മഹാസഭ പ്രതിഷേധത്തിനിറങ്ങി. അന്ന് 18 പ്രാവശ്യമാണ് പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു, ഒരു പോലീസ് ഓഫീസറും ഒരു ആദിവാസി യുവ നേതാവും. മുത്തങ്ങയിൽ 2 പേരുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്ന വെടിവെപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ട് പോലും അത് വേണ്ട എന്ന് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി നിരസിച്ചു. ആ സംഭവത്തിൽ അന്നത്തെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF കൺവീനർ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഗോത്രങ്ങളോടുള്ള ഉദാരമായ മനോഭാവത്തിന് പുറമെ ഭൂരഹിതരായ ആദിവാസികൾക്ക് 1800 ഏക്കർ ഭൂമി സർക്കാർ ഇതിനകം വിതരണം ചെയ്തു. കൂടാതെ ആദിവാസി ഭവന പദ്ധതിക്കായി 60 ദശലക്ഷം രൂപ അനുവദിച്ചു. ആദിവാസികൾക്ക് 1840 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ആ സമയത്ത് അന്നത്തെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുത്തങ്ങ സമരത്തിന്റെ പിന്നിൽ ദേശവിരുദ്ധ സംഘടനകളാണെന്നാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പ്രതിഷേധ സ്ഥലം സന്ദർശിക്കുകയും ആദിവാസി സംഘടനകൾക്ക് ഉറച്ച പിന്തുണ നൽകുകയും ചെയ്തു. അതിനുശേഷം 2003 ഫെബ്രുവരി 24 സാമൂഹ്യ പ്രവർത്തനായ A വാസു കോഴിക്കോട് ജില്ലാ ജയിലിൽ ചെന്ന് ഗീതാനന്ദനെയും CK ജാനുവിനെയും കാണുകയും വെടിവെപ്പിൽ 15 പേർക്കോളം പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. ഈ വിവരം പരസ്യമായതിനെ തുടർന്ന് സർക്കാർ 5 മരണമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന പ്രസ്താവന ഇറക്കി. സിനിമ പറയുന്ന ചരിത്രവും യഥാർത്ഥ സംഭവവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മുത്തങ്ങ എന്ന ഇത്രയ്ക്കും ഭീകരമായ ഒരു ചരിത്രം അത് നമ്മൾ വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, റിനി ഉദയകുമാർ, ആര്യ സലീം എന്നിവരാണ് പ്രധാന വേഷത്തിൽ. വർഗീസ് എന്ന കോൺസ്റ്റബിളിന്റെ വേഷത്തിൽ ടോവിനോ തോമസ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് സിനിമ വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ നൊമ്പരമായി നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ചിരിക്കുന്ന ബഷീർ എന്ന കഥാപാത്രം. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ തൊട്ട് തുടങ്ങിയതാണ് സുരാജ് വെഞ്ഞാറമൂട് ഈ അഭിനയ മേഖല. കൂടെ സപ്പോർട്ട് വേഷത്തിലെത്തിയിരിക്കുന്ന ആര്യ സലീമും പ്രിയംവദയും എല്ലാം ഗംഭീര പെർഫോമൻസാണ്. കൈതപ്പുറം രചിച്ച് ജെയ്ക്സ് ബിജോയ് സംഗീതം ചെയ്ത മിന്നൽ വിള എന്ന പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്. ഇഷ്ക് എന്ന സിനിമയിലൂടെയാണ് നമുക്ക് അനുരാജ് മനോഹർ എന്ന സംവിധായകനെ അറിയുന്നത്. പുതിയ സിനിമയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അപ്ഡേറ്റ് ആയി എന്ന് തന്നെ വേണം പറയാം. 2003 കാലഘട്ടത്തെ ആദിവാസി നടന്നിരിക്കുന്ന സംഭവത്തെ, അതിന്റെ ഒരു സാഹചര്യത്തെ, അതിന്റെ ഒരു സംഘർഷാവസ്ഥയൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. കൂടുതൽ നല്ല സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നരിവേട്ട എന്ന സിനിമയെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ചരിത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചരിത്രത്തെ ചിലപ്പോൾ ഇങ്ങനെ വളച്ചൊടിക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ സിനിമയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ചരിത്രം പകരം ചോദിക്കും, മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സംസാരിക്കും. ജനാധിപത്യം പാലിക്കുന്നത് ഒരു മര്യാദയാണ്.